എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളോട് ഇന്ന് റിസൾട്ട് വരുമെന്ന് വൈകുന്നേരം 5 മണിയോടെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ട് നാളെ നോക്കിയാൽ മതി. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് നാളെയോടെ, അതായത് നാളെ എന്ന് പറയുമ്പോൾ ഈ ഒരു ജൂൺ 22-ാം തീയതിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നായിരുന്നു ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് കുറച്ച് വൈകാറുണ്ട്. ബാക്കിയുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റും മറ്റ് അലോട്ട്മെൻറ്റുകളൊക്കെ ഏകദേശം ആ ഒരു പറഞ്ഞ ദിവസം തന്നെ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ റിസൾട്ട് ഒന്നുകിൽ ഇന്ന് രാത്രി 9 മണിയോടെയോ അതല്ലെങ്കിൽ നാളെയോടെയോ മാത്രമേ റിസൾട്ട് വരികയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് രാത്രി 9 മണിയോടെയും ചില സമയങ്ങളിൽ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഇന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നാളെ നോക്കിയാൽ മതി. കാരണം റിസൾട്ട് നാളെ ആയാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ FIUGP 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നിലവിൽ ഇവിടെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ക്യാപ്പ് ഐ ഡി അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ എന്നിവ കൊടുക്കാനുള്ള ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ അതിനടിയിലായിട്ട് ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കാനുള്ള ഭാഗമുണ്ടാവും. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയ ആ ഒരു ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ആ ഒരു മൊബൈൽ നമ്പറും കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കും അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്കും നിങ്ങൾക്ക് SMS ആയിട്ടും അതുപോലെ തന്നെ ഇമെയിലായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ക്യാപ്പ് ഐ ഡി അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് തന്നെയുള്ള ആദ്യത്തെ ടാബിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിന് നേരെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ് എന്നിവ കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഫീ പേയ്മെൻറ്റോ മറ്റ് കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് നിലവിൽ ഷെഡ്യൂൾ പ്രകാരം ഈ ഒരു ജൂൺ 25-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ജൂൺ 25-ാം തീയതി വരെയാണ് ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആ ഒരു നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത പേജിൽ തന്നെ മാൻഡറ്ററി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മാൻഡറ്ററി ഫീ എന്നുള്ളതിൻ്റെ ഭാഗത്തുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഏകദേശം 575 രൂപയാണ് ഫീസ്. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 145 രൂപയാണ് മാൻഡറ്ററി ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീസ് വരുന്നത് ആ ഒരു ഫീസ് നിങ്ങൾ ഈ ഒരു മാൻഡറ്ററി ഫീസ് എന്നുള്ള ആ ഒരു ടാബ് വഴി നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിലേക്ക് പോകാവുന്നതും പിന്നീട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് ഈ ഒരു എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് അറിയാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അക്ഷയ വഴി നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം നിങ്ങളുടെ ആ ഒരു പേജിൽ, അത് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു പേജിൽ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ആ ഒരു കാര്യമാണ്. അതുപോലെ സെലക്റ്റീവ് ഓപ്ഷൻ ക്യാൻസലേഷൻ, അതായത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി അതിന് മുകളിലുള്ള വേറെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്തുകൊണ്ട്
കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ അല്ലെങ്കിൽ സെലക്റ്റീവ് ഓപ്ഷൻ ക്യാൻസലേഷൻ. അപ്പോൾ ഇതിനുള്ള അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജൂൺ 24-ാം തീയതിയാണ്. അത് അതായത് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഷെഡ്യൂൾ പ്രകാരം ഈ ഒരു ജൂൺ 24-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യാനുള്ള അവസരമുള്ളത്. അതുപോലെ ജൂൺ 25-ാം തീയതിയാണ് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അതിപ്പോൾ നിങ്ങളൊരു 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ കൺഫേം ആവും. അപ്പോൾ ആ ഒരു കൺഫേം ആകുമെന്ന് പറയാൻ കാരണം ഒന്നാമത്തെ ഓപ്ഷന് മുകളിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അതിന് താഴെയുള്ള 2 മുതൽ 20 വരെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ അത് പരിഗണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കൺഫേം ആവും. ഇതിന് മുകളിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 6, 7 ഇങ്ങനെ ടോട്ടൽ 20 വരെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. അതായത് ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷന് താഴെ എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. കിട്ടിയിട്ടുള്ള ഓപ്ഷന് മുകളിലുള്ള ഓപ്ഷനുകൾ മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം, അതായത് ആ ഒരു ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ അവിടെ നിലനിർത്താവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ അവിടെ എനിക്ക് പോയിട്ട് പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടാം. എന്നാൽ എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് ഞാൻ ഇവിടെ അടച്ച മാൻഡേറ്ററി ഫീസ് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ അഡ്മിഷനും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഏത് കോളേജ് ഏത് കോഴ്സിലാണോ അവിടെ ഞാൻ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി എന്നുള്ളവർ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള 6 മുതൽ 20 വരെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നീട് ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഓപ്ഷൻ വേണ്ട 5ാമത്തെ ഓപ്ഷൻ തന്നെ മതി. അതായത് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷന് മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷൻ അതായത് ബാലൻസ് ആയിട്ടുള്ള ഓപ്ഷനുകൾ എനിക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് ആ ഒരു 5ാമത്തെ ഓപ്ഷനിൽ തന്നെ എനിക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചില സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യാം. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പുതിയ സീറ്റിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം 6, 7 ഇങ്ങനെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനവിടെ ഹയർ ഓപ്ഷൻ നിലനിർത്തിയത് കാരണം എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കുള്ള പ്രധാനമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ ഒരു നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് മതി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് വേണ്ട. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടുന്നത് അതിൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അതിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനുകൾ ഹയർ ഓപ്ഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഒറ്റ ഓപ്ഷനൊക്കെ ആയിരിക്കും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ എനിക്ക് കിട്ടി, എനിക്ക് ബാക്കിയുള്ള ഹയർ ഓപ്ഷൻ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻ എനിക്ക് 3ാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ അതിനെ മാത്രമായിട്ട് എനിക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു രീതിയിൽ റിമൂവ് ചെയ്യുന്ന ഓപ്ഷനുകൾ പിന്നീട് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത്. കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്ത ശേഷം പിന്നീട് മുഖ്യഘട്ടത്തിൽ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് പിന്നീട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാവുന്നതും ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ഹയർ ഓപ്ഷൻസിനെ അവിടെ നിലനിർത്താവുന്നതും അതിനുശേഷം പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഓപ്ഷനിലേക്ക് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷന് മുകളിലുള്ള ഹയർ ഓപ്ഷനുകളിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും ഹയർ ഓപ്ഷൻസുകൾ റദ്ദ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുന്ന പക്ഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു കോളേജിൽ നിന്ന് പുതുതായിട്ട് കിട്ടിയ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ഏതാണോ അവിടേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കോഴ്സാണ്, ഇഷ്ടമുള്ള കോളേജാണ് കിട്ടിയുള്ളത്, അതുപോലെ ഇഷ്ടമുള്ള കോളേജ് ഇഷ്ടമുള്ള കോഴ്സാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ഹയർ ഓപ്ഷൻസുകൾ നിങ്ങൾ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസുകൾ റദ്ദ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത ആ ഒരു കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോളേജ് ആയിക്കോട്ടെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നത് അല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇന്ന് രാത്രി 9 മണിയോടെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.